ചിന്നമ്മച്ചി അന്ന് പതിവിലും നേരത്തെയാണ് ഉണർന്നത്. സാധാരണ ചിന്നമ്മച്ചി വീട്ടിലെ ജോലിക്കാരത്തി വരുമ്പോൾ മാത്രമേ ഉണരുകയുള്ളായിരുന്നു. വന്ന് വിളിക്കുമ്പോഴാണ് എഴുന്നേൽക്കുന്നത്. എന്നാൽ അന്ന് പതിവിലും നേരത്തെ ചിന്നമ്മച്ചി എഴുന്നേറ്റു. വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്തു. തന്നെയല്ല, രാവിലെ ചിന്നമ്മച്ചി പള്ളിയിൽ പോകണം. ഇന്ന് ചിന്നമ്മച്ചിക്കൊരു പ്രത്യേക ദിവസമാണ്. അതിന് കാരണമെന്ന് പറയുന്നത്, ചിന്നമ്മച്ചിയുടെ മകന് സണ്ണിക്കുട്ടിയും മോളമ്മയും കുഞ്ഞുങ്ങളും ഇന്ന് കുവൈറ്റിൽ നിന്ന് ഇന്ന് വീട്ടിലേക്ക് വരുന്ന ദിവസമാണ്. അതുകൊണ്ടാണ് ചിന്നമ്മച്ചിക്ക് ഇന്ന് വളരെ സന്തോഷം. 2 വർഷമായി സണ്ണിക്കുട്ടിയും മോളമ്മയും കുഞ്ഞുങ്ങളും ഗൾഫിലായിട്ട്. അപ്പം ചിന്നമ്മച്ചി ഒരു പ്രാവശ്യം കുവൈറ്റിൽ മക്കളോട് പോയി കുറച്ച് നാൾ നിന്നതായിരുന്നു. എന്നാൽ അവിടുത്തെ കാലാവസ്ഥ പിടിക്കാവുന്നപ്പോഴാണ് ചിന്നമ്മച്ചി ഇങ്ങനെ വീട്ടിലോട്ട് മടങ്ങിപ്പോകുന്നത്. തന്നെയല്ല, വീട് അടച്ചിട്ടാണ് പോയത്. സണ്ണിക്കുട്ടിയുടെ അപ്പച്ചൻ മരിക്കുമ്പോൾ സണ്ണിക്കുട്ടിക്ക് അന്ന് 12 വയസ്സേ ഉള്ളൂ. ഈ ചിന്നമ്മച്ചിക്ക് ഈ സണ്ണിക്കുട്ടി മാത്രമേ ഉള്ളൂ. അതിനുശേഷം അവരൊരു കൊച്ചു വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. 2 മുറിയിൽ ഒരു കുഞ്ഞു വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ചിന്നമ്മച്ചി മറ്റുള്ള വീട്ടിലൊക്കെയും ജോലികൾ ചെയ്ത്, അധികം സ്ഥലമില്ലായിരുന്നു, ഒരു 4-5 സെൻറ്റ് സ്ഥലമേ ഉള്ളായിരുന്നു. മറ്റുള്ള വീട്ടിലൊക്കെയും ജോലി ചെയ്താണ് സണ്ണിക്കുട്ടിയെ വളർത്തിയത്. അപ്പം അമ്മച്ചിയുടെ കഷ്ടപ്പാടുകൾ അറിയാവുന്ന സണ്ണിക്കുട്ടി സാധാരണ മറ്റുള്ളവരെ പോലല്ല, പഠിക്കാൻ മിടുക്കനായിരുന്നു. ITI പാസ്സായിട്ടാണ് സണ്ണിക്കുട്ടി ഇവിടെ തന്നെ ഒരു ചെറിയ ജോലി ഉണ്ടായിരുന്നു. എന്നാൽ അങ്ങനെ ഇരിക്കുമ്പോഴാണ് തൻ്റെ ഒരു കൂട്ടുകാരൻ മുഖാന്തരമാണ് സണ്ണിക്കുട്ടി കുവൈറ്റിലേക്ക് പോയത്. കുവൈറ്റിൽ ചെന്ന് ഒരു 3-4 വർഷം കഴിഞ്ഞപ്പോൾ സണ്ണിക്കുട്ടി വിവാഹം കഴിച്ചു. വിവാഹം കഴിച്ച് അവിടെ കുവൈറ്റിൽ തന്നെ ജോലിയുള്ള മോളമ്മയാണ് വിവാഹം കഴിച്ച്. അവർക്ക് 2 മക്കളുമായി. അപ്പോൾ നാട്ടിൽ അമ്മച്ചി മാത്രമായിരുന്നു. അമ്മച്ചിയെ പല പ്രാവശ്യം വിളിച്ചു അവിടെ കുവൈറ്റിൽ ചെല്ലാൻ. അമ്മച്ചി ഒരു പ്രാവശ്യം മാത്രമേ പോയുള്ളൂ. അമ്മച്ചിക്ക് ഇവിടുത്തെ കാലാവസ്ഥ പിടിക്കുന്നില്ലെന്ന് പറഞ്ഞ് അമ്മച്ചി 3 മാസം കഴിഞ്ഞപ്പോൾ മടങ്ങിപ്പോകുന്നു. എന്നാൽ ഇതിനോടകമായിട്ട് സണ്ണിക്കുട്ടി നാട്ടിലെ കുറച്ച് സ്ഥലം വാങ്ങിച്ചു. തൻ്റെ ആ കൊച്ച് 2 മുറിയുള്ള വീടൊക്കെ കളഞ്ഞിട്ട് നല്ലൊരു വീട് അവിടെ പണിതു. ആ വീട് പണിതതിൻ്റെ കയറി താമസം പാലുകാച്ചലുമാണ് 2 വർഷങ്ങൾക്ക് മുമ്പ് സണ്ണിക്കുട്ടിയും കുടുംബവും നാട്ടിൽ വന്നത്. 2 വർഷത്തിന് മുമ്പ് നാട്ടിൽ വന്ന് ആ വീടിൻ്റെ പാലുകാച്ചും കയറി താമസം എല്ലാം കഴിഞ്ഞിട്ടാണ് അവർ വീണ്ടും മടങ്ങി കുവൈറ്റിൽ പോയിട്ട് ഇപ്പോൾ 2 വർഷം കഴിഞ്ഞു. അമ്മച്ചി പല പ്രാവശ്യം പറഞ്ഞു, മോനെ, വീട്ടിലെ കയറി താമസം കഴിഞ്ഞ് നിങ്ങൾ പോയല്ലേ, നിങ്ങൾ വന്ന് അവധി എടുത്ത് വന്നിട്ട് ഒരു 30 ദിവസം അമ്മച്ചിയോട് നിൽക്കടാ. അപ്പോൾ അവർ പറയുന്നു, അമ്മച്ചി വരാം, ഇപ്പം ഞങ്ങൾക്ക് അവധി കിട്ടത്തില്ല. അതുതന്നെയല്ല, അടുത്ത പ്രാവശ്യം മക്കൾക്ക് അവധി കിട്ടും, അപ്പം ഞങ്ങൾ വരാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് പിള്ളേർക്കൂടെ അവധി കിട്ടിയപ്പോഴാണ് സണ്ണിക്കുട്ടിയും മോളമ്മയും കുഞ്ഞുങ്ങളുമായിട്ട് വീട്ടിലേക്ക് വരുവാൻ വേണ്ടി ഒരുങ്ങുന്നത്. അതുകൊണ്ടാണ് അമ്മച്ചിക്ക് പതിവില്ലാത്തൊരു സന്തോഷം ഒന്നുണ്ടായത്. തൻ്റെ മകനും തൻ്റെ മരുമകളും കുഞ്ഞുങ്ങളുമായിട്ട് വീട്ടിൽ വന്ന് 30 ദിവസം അവരോടൊത്ത് അവരോട് കഴിയുന്ന ആ അമ്മച്ചി ആ സന്തോഷമായിരുന്നു. അതുകൊണ്ടാണ് രാവിലെ തന്നെ എഴുന്നേറ്റ് അമ്മച്ചി ജോലി കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അമ്മച്ചി പള്ളിയിൽ പോയിട്ട് പള്ളിയിൽ വന്നവരോടൊക്കെ പറഞ്ഞു, ഇന്നെൻ്റെ മകൻ വരുന്നുണ്ട്, സണ്ണിക്കുട്ടി വരുന്നുണ്ട്. സണ്ണിക്കുട്ടിയെ നാട്ടിൽ എല്ലാവർക്കും വലിയ കാര്യമായിരുന്നു. കാരണം സാധാരണ ചെറുപ്പക്കാരുള്ളതായ മറ്റുള്ള കൂട്ടുകെട്ടുകളോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു. ഒരു 2-3 കൂട്ടുകാർ മാത്രമേ ഉള്ളായിരുന്നു. അതിലൊരു കൂട്ടുകാരൻ്റെ പ്രയത്നം കൊണ്ടാണ് സണ്ണിക്കുട്ടി കുവൈറ്റിൽ പോയത്. ഇന്ന് സണ്ണിക്കുട്ടിക്ക് നാട്ടിൽ നല്ല ഒരു സാമ്പത്തിക ശേഷിയുണ്ട്, നല്ലൊരു വീടുണ്ട്, 1.5 ഏക്കർ സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട്, അതിനകത്ത് ഇത്തിരി ആദായങ്ങളൊക്കെയുണ്ട്. വീട്ടിലെ ആ പഴയ ആ ബുദ്ധിമുട്ടിൽ ജീവിച്ചിരുന്ന ആ അവസ്ഥകൾക്കൊക്കെയും ഒരു മാറ്റം വന്നു. അപ്പം അമ്മച്ചിക്കും അത് വളരെ സന്തോഷമാണ്. കാരണം അമ്മച്ചി വളരെ കഷ്ടപ്പെട്ടാണ് മകനെ വളർത്തിയത്. അപ്പനിലെന്ന് പറഞ്ഞാലും മകനെ ആ ഒരു ബുദ്ധിമുട്ട് വരുത്താതെ മറ്റുള്ള വീട്ടിലൊക്കെയും ജോലിക്ക് പോയിട്ട് ഈ സണ്ണിക്കുട്ടിയുടെ കാര്യങ്ങളൊക്കെയും വളരെ സുഖമായിട്ട് നല്ല രീതിയിൽ കൂടി അമ്മച്ചി നോക്കി മകനെ പഠിക്കാനുള്ളതായ കാര്യങ്ങളും ഫീസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി. അതിനുവേണ്ടി അമ്മച്ചി വളരെയേറെ കഷ്ടപ്പെട്ടു. അത് ഈ മകന് നല്ലവണ്ണം അറിയായിരുന്നു. അതുകൊണ്ടാണ് അമ്മച്ചി എന്ന് പറഞ്ഞാൽ സണ്ണിക്കുട്ടിയുടെ ജീവനാണ്. അങ്ങനെയാണ് തീരുമാനിച്ചത്. 30 ദിവസം പോയി അമ്മച്ചിയുടെ കൂടെ താമസിക്കുക. അമ്മച്ചി ഏതായാലും അങ്ങോട്ട് വരത്തില്ല. അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അമ്മച്ചിക്ക് അവിടുത്തെ കാലാവസ്ഥ പിടിക്കുക. ഒരു പ്രാവശ്യം മാത്രമേ അമ്മച്ചി അവിടെ പോയി 3 മാസം നിന്നുള്ളൂ. പിന്നെ അമ്മച്ചിയെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നവരുടെ കൂടെ അമ്മച്ചിയെ ഇങ്ങ് വിടുകയായിരുന്നു. അതിന് ശേഷമാണ് നാട്ടിൽ സ്ഥലം വാങ്ങിച്ചതും വീട് വെച്ചതും ഒക്കെയും. അപ്പം ഇപ്പം അവർ വരുന്നത് അമ്മച്ചിക്ക് വളരെ സന്തോഷമാണ്. രാവിലെ പള്ളിയിൽ പോയി അച്ഛനോടെ പറഞ്ഞു, അച്ഛാ, മോനൊന്ന് വരുന്നുണ്ട്,
അവനൊന്ന് പോസി എൻ്റെ കൂടെ കാണും, മോനും മരുമോളും മക്കളുമൊക്കെ എൻ്റെ കൂടെ കാണും. അച്ഛന് അങ്ങോട്ടൊന്ന് വീട്ടോട്ടൊന്ന് വരണം, അവർ വന്നിട്ട് അച്ഛനെ കാണാൻ വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വിശേഷങ്ങളും വീട്ടിലെ കാര്യങ്ങളും മറ്റുള്ളവരുടെ ബന്ധുക്കളുമായിട്ടുള്ള അവരോടെയും പറഞ്ഞ് കണ്ടവരോടൊക്കെ പറഞ്ഞു. ഇന്ന് എൻ്റെ മകൻ വരുന്നുണ്ട്. അമ്മച്ചി വളരെ സന്തോഷത്തോടെ, അമ്മച്ചിക്ക് ഭയങ്കര സന്തോഷമായി. മകൻ്റെ ആ വരവ് അമ്മച്ചി വളരെ ആഘോഷിക്കുകയാണ്. ആ മകനോടും മക്കളോടെയും പിന്നെ മരുമകളോടും ഒത്ത് ഒരു 30 ദിവസം ജീവിക്കാനുള്ളതായ ആ സന്തോഷം. അങ്ങനെയാണ് സണ്ണിക്കുട്ടി നാട്ടിലേക്ക് മടങ്ങി വരുവാൻ വേണ്ടി ഒരുങ്ങി വിമാനത്താവളത്തിൽ വന്നിറങ്ങിയവർ. അവിടുന്നൊരു കാറ് ടാക്സി പിടിച്ചാണ് അവർ നാട്ടിലേക്ക് വരുന്നത്. കാരണം സണ്ണിക്കുട്ടിയുടെ വീട്ടിൽ കാറ് കിടപ്പുണ്ട്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ കാറിലാണ് പിന്നെ അവരുടെ കാര്യങ്ങളൊക്കെയും ആവശ്യത്തിനൊക്കെ പോകാൻ വേണ്ടിയുള്ളത്. അപ്പം അവിടുന്ന് അപ്പോൾ അമ്മച്ചി പറഞ്ഞു ഇവിടുന്ന് കാർ അയക്കാമെന്ന്. അപ്പോൾ സൺകുട്ടി പറഞ്ഞു വേണ്ട, ഞാൻ അവിടുന്ന് കാർ പിടിച്ചിങ്ങ് പോരാമെന്ന് പറഞ്ഞു. അതിന് വേറെ ഒരാളെ അയക്കണ്ടെന്ന് പറഞ്ഞു. അമ്മച്ചി മക്കളെ വരും പ്രതീക്ഷിച്ച് ഇരുന്ന അമ്മച്ചി ഉച്ചയാറായി. പെട്ടെന്ന് ഒരു ഫോൺ കോൾ വന്നു. സണ്ണിക്കുട്ടിയും കുടുംബവും സഞ്ചരിച്ച കാറ് ആലുവായിൽ വന്നപ്പോൾ ആ കാറ് വേറൊരു വാഹനവുമായിട്ട് ഇടിച്ചു. അമ്മച്ചിയുടെ ഒരു കൂട്ടക്കരച്ചിലാണ് പിന്നീട് കേട്ടത്. ഒരു പൊട്ടിക്കരച്ചിലും ഒരു തന്നത്തനടിയും കേട്ടവർ ഓടിക്കൂടി അവിടത്തേക്ക്.